Hello Makkale, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with me my husband Vasu. Okay, part 1, part 2 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கல நான் டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்ணுறோம், போய் பாருங்க. இப்போ part 3 போயிடலாம். ഒരു സ്റ്റാർട്ടിങ്ങിന്റെ അവനെ വന്നിട്ട് ரொம்ப வந்துட்டு ഡോക്ടർ ഒന്നും ഇതുവരെ പറഞ്ഞില്ല, ബോധം വന്നിട്ടില്ല. നല്ലപോലെ പഠിച്ചോണ്ടിരുന്ന ரொம்ப கராரா வச்சாரு. നിങ്ങളുടെ മക്കളുടെ തലവെട്ട് എന്ന് കണ്ടോ? இப்போ கூட யாரையாவது குறை சொல்லிட்டு കൂടെ കൂടി നശിക്കണ്ടെന്ന് കരുതിയ അവിടെ കൊണ്ടാക്കിയത്. അവിടെ കുറച്ച് ജീവൻ ബാക്കിയുണ്ട്. അകത്ത് എന്ന് അതോടെ തീർക്കാൻ പറവന്മാരോട്. അടേ യാരപ്പാ നീ നീയേ നശിച്ച് മറ്റു പിള്ളേരുടെ ജീവിതവും കൂടെ നീ നശിപ്പിച്ചല്ലടാ. ഞാനല്ല പാപ്പ. ஈஸியாக கால் சண்டை போட்டுருக்காரு. നിങ്ങൾ വിഷമിക്കണ്ട, അവന് നന്നായിട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് പാസ്സായിക്കോളും. ഇനി അവനെ നിർബന്ധിക്കണ്ട, അവനിഷ്ടമുള്ള പോലെ കേട്ടോ. பயந்துட்டாரு. எல்லாத்துக்கும் ஒரு பயம். டக்குன்னு கால் மேல இருக்கு எனக்கே. ജീവിതം വേറെയായി അടർന്നൊരേടു മുറികളിൽ നാമിതേകരായി അടങ്ങിടാൻ തീ ഇതാരറിഞ്ഞ ஐயோ இந்த வெப்சைட்டா? ஐயோ എന്തായി? ഈ റിസൾട്ട് നീ പ്രതീക്ഷിച്ചിരുന്നോ? ഈ റിസൾട്ട് നീ പ്രതീക്ഷിച്ചിരുന്നോന്ന്? ഇല്ല. എന്നാ ഞങ്ങള് പ്രതീക്ഷിച്ചു. എടി, അവന്റെ ചോറെടുത്ത ആ പശുവിനോട് റിസൾട്ട് വന്നോ? എല്ലാത്തിനും പോയോ? മുഴുവൻ പോയിട്ടില്ല അല്ലേ? റിസൾട്ട് അടിക്കാൻ വെബ്സൈറ്റേ വന്നിട്ട് ഡൗൺ ആയിട്ടില്ല. കാര്യമില്ല കേട്ടോ, അവൻ പഠിച്ചാലേ അവൻ ജയിക്കുള്ളൂ. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ചായ എടുക്കട്ടെ? ആ, അവന്റെ ഒരു കൂട്ടുകാരൻ ബൈക്കിൽ നിന്ന് വീണു. ആര്? അജോയോ? ആ, അഡ്മിഷൻ കിട്ടാത്ത ആ പയ്യനിലായിരുന്നു അവൻ. വിവേകോ? ഒന്ന് പോയി കണ്ടോളാൻ പറ. എങ്ങനെയുണ്ടോ? കുഴപ്പമൊന്നുമില്ലടാ, പക്ഷെ ഇവിടെ ആകുമ്പോ വലിയ പൈസ ആവത്തില്ല. எப்படி ஃபர்ஸ்ட் வந்தான்னு பாக்குறாங்களோ? ചായ കുടിച്ചോ? കുടിക്ക. ഒരു സൈക്കിളിൽ ഓടിക്കാറിയത്ത നീന്തിരാടെ ബൈക്ക് എടുത്തോണ്ട് പോയത്. പോടാ, അതൊക്കെ ഞാൻ പഠിച്ച. ഇത് പുതിയ ബൈക്കായിട്ട് ഗിയർ ഇട്ടപ്പം സ്ലിപ്പായി. ഇനിയിപ്പോ ഗിയർ ഇടാൻ പറ്റില്ലല്ലോ, കാലൊടിഞ്ഞില്ലേ. ഇനിയിപ്പോ ആ ബൈക്ക് എനിക്ക് തന്നെ. ஓஹோ ஃபர்ஸ்ட் சப்ளையா? ஏசி பால் வாங்க கேஷ் கொடுங்க வா. கொண்டு வந்தாங்க. என்ன சொல்றாங்க? நானும் என்ன பிள்ளாரும் பேரு நாங்க எல்லாம் வந்துடுறோம். ஓ ஏய் அவர் வந்து அடுத்த கிளாஸ் போயிட்டு இருக்காரு. கேம் விளையாடலாம், டீ குடிக்கலாம். விஸ்வம் தேங்க்யூ. இன்ஃபோசிஸ் உள்ள சேர்க்கிறாரு. மோகன்லாலுக்கு இதுவா? ஏய் மாஸ்டர். ஓ அடுத்த ஸ்டேஜோ அடுத்தது. ஒரு குழந்தையே பிறந்துருச்சு. இவனுக்கு என்ன
പണ്ടെങ്ങാണ്ടോ ആരോ വാഴ വെച്ചേ നല്ല ഓഫീസിൽ പോകും ബ്രേക്ക്ഫാസ്റ്റ് ചോറ് എടുത്തു വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ വന്ന് കഴിക്കി ഒന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുടുംബശ്രീ പോണം ഒന്നുണ്ടാക്കി വാഴ വെച്ച ഇതിൻ്റെ അകത്ത് കുറച്ച് ജോബ് വേക്കൻസി ഉണ്ട്. 2-3 ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ ഒന്ന് പോയി നോക്ക. ഒക്കെന്ന് കിട്ടിയാലോ? டீல இருந்து சரக்குக்கு அப்கிரேடா? இல்ல சரக்கு அப்பத்துல குடிச்சிட்டு தான் இருக்கானுங்க அவனுங்க. ஆமா. അല്ലടാ പിന്നെ അതെ ലൈറ്റർ ലൈറ്റർ തന്നെ അവനക്ക് നേരത്തെ വല്ലതും വന്നൂടെ? എന്ത് ചെയ്യാനാടേ? അമ്മ കറക്റ്റ് സമയത്ത് അരി പൊടിക്കണമെന്ന് വീട്ടിൽ കൊടുക്കാനുള്ളത്. ഡേ നമ്മളെ അവസ്ഥ ഇതുപോലൊക്കെ തന്നെ. എടാ ഞാൻ ജോലിക്ക് ശ്രമിക്കാനിട്ടല്ല, ഇത് കിട്ടണ്ടേ? അതാ പറഞ്ഞ എന്തെങ്കിലും ചെയ്യണോ? എടാ നമ്മളിങ്ങനെ എത്ര കാലം വീട്ടുകാരെ ചിലവ് ജീവിക്കും? എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങേണ്ടി വരും. അതെ, എന്ത് തുടങ്ങാൻ? എന്തെങ്കിലുമൊക്കെ ചെയ്യടാ. എന്തേലും ഉടനെ തുടങ്ങിയില്ലെങ്കിൽ ആളും ഇവിടെ. നമുക്ക് ഒരെണ്ണം ഒഴിക്കാം. അവസാനം നമ്മൾ നന്നാവാൻ തീരുമാനിച്ചപ്പോ നമ്മൾ മാത്രമല്ല നന്നായത്. ചേട്ടായിരം എഞ്ചിനീയർ മോൻ വന്നല്ലോ. ആ സാറിന് ലീവ് കിട്ടില്ലാന്ന് വിചാരിച്ച. എന്താടാ அது அந்த பொண்ணு இல்ல, அந்த இதுக்குள்ள லிட்டரேச்சர் மாத்தாண்டு. ചിക്കൻ എടുത്ത് കഴിക്കും. നമ്മുടെ പുഴക്കരയുടെ സൈഡിൽ കിടക്കുന്ന ആ സ്ഥലമില്ലേ, അത് ഇവന് കൃഷി ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ മതി, അവനൊരു വരുമാന മാർഗമാവും. നിങ്ങൾ രണ്ടുപേരും കൂടെ സഹകരിച്ചു കഴിഞ്ഞാൽ അതങ്ങ് വേഗം ചെയ്യായിരുന്നു. എന്ത് കൃഷി? പഠിക്കാൻ വിട്ട സമയത്ത് പോയി പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിയിരുന്നെങ്കിലേ ഇങ്ങനെ ഒരു ലോൺ എടുക്കാൻ നിനക്ക് എന്നെ കാല് പിടിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നല്ലോ. സാരമില്ല, ഇതൊരു പാടായിട്ടിരിക്കട്ടെ. இது அந்த பொண்ணு இல்ல? ഈ ജോലി കിട്ടുമായിരിക്കും അല്ലേ? ആ കിട്ടാനാണ് அந்த ചാൻസ്. பொண்ணு தான். വിഷ്ണു അത്യാവശ്യം കഴിവൊക്കെ ഉള്ള ആളല്ലേ? മോൾ അവന്റെ ഫ്രണ്ടാണോ അതോ എന്തേലും? അയ്യോ അല്ല അങ്കിൾ, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അവനെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന, അതുകൊണ്ട് ചോദിച്ചതാ. ആ അവന്റെ ലേഡീസ് ഫ്രണ്ട്സിനെ ആരും എത്രയും പെട്ടെന്ന് ഈ വീട് വിൽക്കണം, മോളുടെ കല്യാണവും നടത്തണം. ബാക്കിയുള്ള പൈസക്ക് അവന് ദുബായിക്ക് പോവാലോ. അവള് പഠിക്കല്ലേ, അത് കഴിഞ്ഞ് പോരെ നിക്കാവ്. ഇവിടെ എന്ന് കെട്ടിച്ചയക്കാനാ? ഇവിടെ കാണാൻ കൊള്ളാവുന്നവർക്ക് വരെ ചെക്കന്മാരെ കിട്ടാല്ലേ? പൊള്ളിയോ മാമ? ഇല്ല മോളെ. അളിയോ ശ്രീധരൻ കുറച്ച് കൂട്ടേണ്ടി വരും. நல்லா இருக்கு பொண்ணு, எவ்வளவு திமிரா பேசுறாங்கல்ல, நடிக்கிறாங்களா? നീ കാനഡയിലേക്ക് പോകുന്നില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ US കാനഡയിലെ ജോലി ഞാൻ ഫ്ലോറിഡയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ എവിടെ കൊണ്ടുപോകുന്നില്ലേ? എനിക്ക് അവിടെ ജോലി ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് പോകുന്നേ? ഈ കളർ സൂപ്പറാ. താങ്ക് യു. റീത്ത മാർട്ടിൻ. അജു நீதா ஐயோ, കൺഗ്രാറ്റ്സ്. നിങ്ങൾ നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ? ഞങ്ങൾ ഒരേ കോളേജ്. நீதாமா பெரிய வேலையை பார்த்துட்டு போயிட்டு. കോളേജിലായിരുന്നു, പക്ഷെ മോള് പഠിച്ച് പാസ്സായിട്ട് കാലം കുറെ ആയി. தாத்தா നിനക്ക് ഇപ്പൊ എത്ര സപ്ലി ബാക്കിയുണ്ടറാ? ஜாயின் பண்ண ஹெல்ப் பண்ணாருல அதுதான். 6. മോളെ പഠിക്കാൻ വിട്ട കാലത്ത് വായി നോക്കി നടക്കാതെ അവള് നന്നായിട്ട് പഠിച്ച് പാസ്സായി. നീ ഇങ്ങനെ കറങ്ങി നടന്നു. നല്ലൊരു ദിവസമായിട്ട് വെറുതെ ഇതാ നിന്റെ കുഴപ്പം. പറയാനുള്ള കാര്യങ്ങൾ അപ്പപ്പ പറഞ്ഞേക്കണം. എത്ര ആൾക്കാർ കൂടി നിന്നാലും പറഞ്ഞേക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് മാനം കെടുത്തിയാലേ ഉമ്മാരൊക്കെ നന്നാവുള്ളൂ. അവനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവനെ വളർത്തി വഷളാക്കിയ നീയല്ലേ? വല്യപ്പച്ചന്റെ മോന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അജു തർക്കുത്തരം പറയുന്നോ? ഇങ്ങോട്ട് മര്യാദ കാണിച്ചെങ്കിൽ മാത്രമേ എനിക്കും തിരിച്ച് കാണിക്കാൻ പറ്റൂ. സോറി പറടാ, നിന്റെ അപ്പം പോലും ചേട്ടായോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. സോറി പറടാ, സോറി പറടാ. സോറി. വാഴയാ? ആ, ഇക്കയാണ് മണ്ടനെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിപ്പോ ഇവനാണല്ലോ ഇക്കയെക്കാട്ടി വലിയ മണ്ടൻ. ஸ்டார்டிங்ல ஒரு வாழைத்தோப்பு காமிச்சாங்களே, அது அவங்களோட தானோ? ഏതേലും പിള്ളേര് ஒரே செச்சானுங்கல்ல. വാഴയായിട്ടാണ്. ஆமா. ആദ്യം അവരൊന്ന് ചെയ്തു നോക്കട്ടെ. നിങ്ങൾ ഈ തുടക്കത്തിന്റെ കാര്യം മുടക്കൂറയല്ലേ? ഇവിടെ ഒരു തീരുമാനം എടുക്കേണ്ടത് ഉപ്പയാണ്. விவசாயம் பண்ண போறானுங்க. തെറ്റാറില്ലല്ലോ. வாழை ബിരിയാണിക്ക് നെയ്യ് ഭയങ്കര കൂടുതൽ. എടാ ഒരു കാര്യം മനസ്സിലായി, നമുക്കൊരു അത്യാവശ്യം വന്നാൽ ഒരു തന്റെ കാല് പിടിക്കാനുള്ള ഗതികളുണ്ടാകാൻ. സാറിന് സിബില് കുറവാണ്, ലോൺ കിട്ടില്ല. അതെന്താ? എനിക്ക് ജോലി ഉണ്ടല്ലോ. ജോലി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല സർ, നിങ്ങളുടെ കാർ ലോൺ മുടങ്ങിയിട്ടുണ്ട്, അതാണ് പ്രശ്നം.
വിഷ്ണു താൻ എന്തെങ്കിലും ഒന്ന് പറയടോ. തനിക്ക് എത്ര ബാക്ക് പേപ്പേഴ്സ് ഉണ്ട്? 4 ഞാനൊന്ന് പുറത്തു വിട്ടു. എടോ ആ മണ്ടൻ ഒന്നും അറിയത്തില്ല. ഇങ്ങനെയുള്ളവന്മാരെ റെഫർ ചെയ്താലേ തനിക്കാ പ്രശ്നം. ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ ഒരു യൂസ്ലെസ്സുകളെ കൊണ്ടുവന്നോളൂ. കിട്ടൂലായിരിക്കും. നല്ല ടഫായിരുന്നു. കുഴപ്പമില്ലടാ, നമുക്ക് നോക്കാം. അത് ഓരോ പ്രാവശ്യം ഓരോ പ്രശ്നങ്ങൾ കാരണം സാർ വിചാരിച്ച എങ്ങനെയെങ്കിലും. ഞാൻ വിചാരിച്ച വീടോ വസ്തുവോ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങളുടെ പേരിൽ ഇനി നോക്കണ്ട. മോന്റെ പേരിൽ പേഴ്സണൽ ലോൺ വല്ലതും നോക്കാം. ITR എത്ര അടയ്ക്കുന്നുണ്ട്? അതെന്തോന്നു? ഇൻകം ഉണ്ടെങ്കിലല്ലേ ടാക്സ് അടയ്ക്കാൻ പറ്റൂ സാർ. അപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ട് ജോലിയൊന്നും ആയിട്ടില്ല അല്ലേ? ഡിഗ്രി കഴിഞ്ഞോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഗോൾഡോ മറ്റോ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻട്രസ്റ്റ് കുറവാണ്. പെട്ടെന്ന് തന്നെ ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ വല്ലതും നോക്കണം. ഓക്കെ സാർ, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. ശരി. നിങ്ങളൊന്ന് പിരിയാനുള്ള കാര്യം പോലും ഞങ്ങൾക്കറിയില്ല. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് പറ. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല മനസ്സിലായി. അപ്പൊ പിരിയാൻ തീരുമാനിച്ചു. ഓഹോ, അത് നിങ്ങൾ മാത്രമാണ് തീരുമാനിച്ചാൽ മതിയോ? എടാ, അപ്പൊ മോന്റെ കാര്യം ആര് നോക്കും? മോന്റെ കാര്യമാണൊരു കൺഫ്യൂഷൻ. അവൻ ഇവിടെ നിർത്തിയാലോ എന്നാണ് ആലോചിക്കണേ. இவங்களுக்கு என்ன பிரச்சனையாச்சு? നിന്റെ ജോലിയും കാര്യങ്ങളും കണ്ടിട്ടല്ല ஏன் കുഞ്ഞിനെ എന്നെ കെട്ടിച്ചെന്നത്. അതൊക്കെ തെരില്ല. നീ അവളെ നന്നായിട്ട് നോക്കുമെന്ന് കരുതിട്ട് തന്നെ. ഇതിപ്പോ നിങ്ങൾ രണ്ടാളും രണ്ടു വഴിക്ക് പോകാന്ന് പറഞ്ഞാൽ നിന്റെ ഉത്തരവാദിത്വമല്ലേ ഭാര്യ കുഞ്ഞിനെ നോക്കാന്നുള്ളത്? ഇത് ഞങ്ങൾ മ്യൂച്വലി എടുത്ത ഡെസിഷനാ. വെറുതെ വിശ്വത്തിനെ മാത്രം കുറ്റം പറയണ്ട. അത് നിങ്ങൾ രണ്ടുപേരും മാത്രം എടുക്കേണ്ട തീരുമാനമല്ല. അതിനോട് ഞങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളോട് അറിയണം. ഈ വയസ്സാം കാലത്ത് ഞങ്ങൾ എങ്ങനെ കുഞ്ഞിനെ നോക്കാനാ? എനിക്കാണെങ്കിൽ കാലിനും കൈക്കൊന്നും വയ്യ. നിന്റെ അച്ഛന് പഴയ ആരോഗ്യവും ഇല്ല. എടാ, ഞങ്ങക്ക് ഞങ്ങളെ തന്നെ നോക്കാൻ വയ്യ. പിന്നെ എങ്ങനെയാ കുഞ്ഞിനെ നോക്കുക? ഇപ്പോഴത്തെ പിള്ളേർക്ക് എങ്ങനെയാ? അവർക്ക് അച്ഛനന്മാരെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ കൊച്ചുങ്ങളെ പോലും നമ്മൾ നോക്കണം. നിങ്ങൾ എന്താന്ന് വെച്ചാ തീരുമാനിക്കേ. ഇക്കാക്ക, ഇവന് എത്രയും പെട്ടെന്ന് ഗൾഫിൽ ഒരു ജോലി ശരിയാക്കി കൊടുക്കണം. ശരിയാക്കാം. എവിടെ പോകുന്നു? ദുബായില്. ഇപ്പോഴാ? അതെ, പണ്ടും ഇതേപോലെ എന്റെ വാപ്പാന്റെ വീട് വിറ്റിട്ടാണ് വാപ്പ ദുബായ് കയറി പോയത്. 10-30 വർഷേ പുള്ളിയോടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ വളർത്തിയതും പഠിപ്പിച്ചതും വീട് വെച്ചത്. ആ വീട് വിറ്റിട്ടാണ് ഞാൻ ഗൾഫിൽ കയറി പോയത്. അവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീട് വെച്ചത്. ഈ വീട് വെച്ചിട്ട് ഇനി ഇവനെ പറഞ്ഞേക്കണോ? ഇനി അവ അവിടെ ചെന്നിട്ട് പുതിയ വീട് വെക്കാൻ കഷ്ടപ്പെടണോ? എന്താണ് വീട് വെക്കാനും കല്യാണം നടത്താനാണ് എല്ലാരും ഗൾഫിൽ പോണത്. നീ ഒരിടത്തും പോണ്ട, ഞാൻ ശരിയാക്കി തരും ജോലി. ഇവിടെ 10-20 വർഷേ ഞാൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട പാട് എനിക്കറിയാം. വീട്ടുകാരെയും കൂട്ടുകാരെയും ഒന്നും കാണാതെ. ഇപ്പൊ പെണ്ണിന്റെ കാര്യോ? അവളെ കാര്യം ഞാൻ നോക്കിക്കോളാം സമയമാകുമ്പോ. നീ കൂടെ എല്ലാവരും എവിടെ ഒന്നും വേണ്ട. ഇങ്ങനെ പറഞ്ഞെങ്ങനെയാ? അവളായോണ്ടേ ചായ നിന്റെ കയ്യിൽ ഒഴിച്ചു. ഞാനല്ലെങ്കിൽ തിളച്ച ചായ നിന്റെ മുഖത്ത് ഒഴിച്ചു. ഇപ്പോഴത്തെ പിള്ളേർക്ക് നമ്മളെക്കാളൊക്കെ ബുദ്ധിയുണ്ട്. എന്ത് ബുദ്ധി? ആർക്കും വേണ്ടാത്ത വാഴ എടുത്ത് കൃഷി ചെയ്യുന്ന നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട് ഈ വാഴ എന്ന് വെച്ചാൽ വെറും വേസ്റ്റ് ആണെന്ന്. അതും നമ്മുടെ തെങ്ങോല തന്നെ അടിപൊളി ഫലമുള്ളതാ. അല്ലാതെ ഇലയും കൊലയും മാത്രമൊന്നുമല്ല, കംപ്ലീറ്റ് ബിസിനസ്. നമ്മുടെ പിള്ളേരുടെ ബിസിനസ് ഐഡിയട്ടല്ലേ നിങ്ങൾ ഞെട്ടും. ഉപ്പ കൊല മാത്രമല്ല, വാഴ നാര് വരെ അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ അവിടുത്തെ 2 കമ്പനികളായിട്ട് അവർ എഗ്രിമെന്റ് ചെയ്ത് കഴിഞ്ഞു ഈ വാഴനാര് കയറ്റിവിടാൻ വേണ്ടി. ഇവരെടുത്തിരിക്കുന്ന ഈ സാരി ഉണ്ടോ, വാഴനാര് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇവിടെ വിലയില്ലെന്ന് പറയുന്ന പല കാര്യത്തിനും വിലയുണ്ട്. നിങ്ങൾക്ക് ഇവൻ മണ്ടനും പൊട്ടനും ഒക്കെ ആയിരിക്കാം, പക്ഷെ അവനൊരു വിലയുണ്ടെന്ന് എനിക്കറിയാം. താമസിയാതെ നിങ്ങൾക്കത് മനസ്സിലാവും. പിള്ളേരെ വളർത്തുമ്പോ അടിച്ച് വളർത്തും, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അടി കിട്ടിയിട്ട് വന്ന് ഇരിക്കണില്ല ഒരു ഉളുപ്പില്ലാതെ. ഇവനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ലാന്ന് കുടുംബത്തിന്. എനിക്ക് അത്ര വേണ്ടേ? പിടിച്ചോ അവൻ പറഞ്ഞില്ല എന്താണോ തെറ്റ്? അവനെ മറ്റേ കാര്യം നോക്കിയാ പോരെ? അങ്ങനെയാണെങ്കിൽ എന്തിനാ എന്തുമാത്രം തന്നോടാ? എടാ എന്റെ മകനെ തല നിനക്കെന്താടാ യോഗ്യത? എടാ നിന്റെ കാര്യം ആലോചിച്ച് ആദ്യം പിടിച്ചിട്ടാണ് അപ്പ നേരത്തെ അങ്ങ് പോയത്, അറിയോ? എന്നിട്ട് അപ്പന്റെ ഒരു കടമുറി ഞാനാ നിനക്കുന്നത്. അതുകൊണ്ട് നീ ഇപ്പൊ ജീവിക്കുന്നു. എന്നിട്ട് അവന്റെ കഴിവിന്റെ കഥ ഉണ്ടാക്കുന്നത് എന്തുവാണ്? നല്ലൊരു ഫംഗ്ഷൻ നടക്കുന്നിടത്ത് നീ ഇങ്ങനെ ആണോ? പറയേണ്ട കാര്യം എവിടെ വെച്ചാണേലും ആരുടെ മുന്നിലാണേലും പറയണം. അങ്ങനെയാണ് ഒരു കുറച്ചു മുമ്പ് നിങ്ങൾ എന്റെ അടുത്ത് പറയുന്നത്. അതുകൊണ്ട് ഇത് ഇപ്പൊ അവിടെ പറഞ്ഞാലേ ശരിയാത്തുള്ളൂ. 4 ആളെ മുന്നിൽ വെച്ച് പറഞ്ഞാലേ ഇവനൊക്കെ നാണം കെടുള്ളൂ. എടാ, ജോലി കൂലിയില്ല തെക്കോടെ തെണ്ടി നടക്കുന്ന ഇവന് വേണ്ടി വക്കാലത്ത് പറയുന്ന നാണമില്ലേ? அதை பத்தி உங்களுக்கு என்ன சார் கவலை? നിനക്ക് എത്ര വയസ്സായടാ? നിന്റെ വയസ്സ് പറയടാ. ഇവന്റെ പ്രായത്തിൽ നിങ്ങൾ എന്നാ ചെയ്തിരുന്നു? ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നാണക്കേടിന്റെ കാര്യം, പാതിരാത്രി അയൽ വീട്ടിലെ പെണ്ണിന്റെ വീട്ടിലെ കോഴിക്കോട്ടിൽ നിന്ന് നാട്ടുകാരെ പിടിച്ചു കെട്ടിയപ്പോ അന്ന് നമ്മുടെ അപ്പ അനുഭവിച്ച നാണക്കേടിന്റെ 1000-1 ഇവൻ കാരണം ഞാൻ അനുഭവിച്ചിട്ടില്ല. പിന്നെ ഒരാൾ ഉപദേശിക്കാൻ പോകുമ്പോ താൻ ആളായോ എന്ന് ആലോചിക്കണം, എന്നിട്ട് ഉപദേശിക്കാൻ വരണം. എന്റെ മകൻ എങ്ങനെ ജീവിക്കണം അവനറിയാം. അവൻ ആരുടെ ഉപദേശമൊന്നും വേണ്ട. പോടാ. നിങ്ങൾ എന്താ ഒന്നും പറയാത്തെ? ഡിവേഴ്സ് അവർ ഒരുമിച്ചെടുത്ത തീരുമാനമല്ലേ? അത് മോശമാണെന്ന് നമ്മൾ എങ്ങനെ പറയാ? പണ്ടത്തെ പോലെ എത്ര വഴക്കായാലും
ഒരുമിച്ചൊരു വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയാന്നൊക്കെ പറയുന്നത് അതിനേക്കാളും നല്ലത് പിരിയുന്നത് തന്നെയാ. നമുക്ക് നാണക്കേടാണെന്ന് കരുതി അവര് കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ വരാനായിരിക്കാണ്. എന്നാലും അവനെ കുഞ്ഞിന്റെ കാര്യം ഒന്ന് ഓർത്തൂടെ? അവനെ നമ്മൾ നോക്കിയിട്ടുണ്ടോ? സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ അവനെ നമ്മൾ അനുവദിച്ചിട്ടുണ്ടോ? എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം എന്നൊക്കെ തീരുമാനിച്ചത് നമ്മളായിരുന്നു. നമ്മൾ പറഞ്ഞതെല്ലാം അവനനുസരിച്ചു. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ ജോലിയുടെ പേരിൽ രണ്ടുപേരും 2 സ്ഥലത്തായി. ആ കാലം മുഴുവൻ അവൻ പഠിച്ചത് നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ നിന്ന്. പിന്നെ കോളേജിലും ഹോസ്റ്റലിലായി. വെക്കേഷൻ സമയത്ത് 1-2 പ്രാവശ്യം വന്നു, കണ്ടു. ജോലി കിട്ടിയത് ബാംഗ്ലൂരിൽ, ഇപ്പൊ കാനഡയിൽ. അവനെങ്ങനെയാണ് നമ്മളോട് അറ്റാച്ച്മെന്റ് തോന്നുക? നമ്മൾ കൊടുത്തതല്ലേ തിരിച്ചു കിട്ടൂ. ഇനി സ്വന്തം തീരുമാനങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോട്ടെ, നമ്മൾ അവരെ തടയണ്ട. അപ്പോ ഈ കുഞ്ഞിന്റെ കാര്യം? നീ വിഷമിക്കേണ്ടടാ. പഠിക്കാൻ നിന്നെക്കാളും വലിയ മോശക്കാരനായിരുന്നു ഞാൻ. അതിനെന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് എനിക്ക് ഒരുപാട് തെറ്റിയിട്ടുണ്ട്. നമ്മുടെ ആ മെത്ത വയ്ക്കുന്നവനില്ലേ, നിന്റെ ചെറിയച്ഛൻ, അവനും കിട്ടിയിട്ടുണ്ട്. അച്ഛൻ സർവീസ് ചെയ്തിരുന്ന് മരിച്ച ഒഴിവിലാണ് എനിക്ക് ജോലി കിട്ടിയത്. അല്ലാതെ എന്റെ കഴിവുകൊണ്ടൊന്നുമല്ല. ഇനി ഞാൻ സർവീസ് ചെയ്തിരുന്ന് മരിച്ച ആ ജോലി നിനക്ക് കിട്ടും. അച്ഛാ, അങ്ങനെ ഒന്നും പറയല്ലേ അച്ഛാ. ഞാൻ ശ്രമിക്കാം. ഞാൻ നന്നായിട്ട് ശ്രമിച്ച് എങ്ങനെയൊരു ഒരു ജോലി വാങ്ങിച്ചോളാം. വെറുതെ പറമ്പിൽ നിൽക്കണ വാഴ കണ്ടാ പറയില്ല ഇത്രയും കാശിലുള്ള കാര്യമാണെന്നോ. ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കിക്കോളാം അപ്പ. വേറെന്ത് വഴി? എടാ, ഇത്രയും കഷ്ടപ്പെട്ട് രാപ്പകൽ ജോലി ചെയ്തിട്ട് എനിക്കില്ല സിവിൽ സ്കോർ. പിന്നെയാണ് നിനക്ക്. നിന്റെ അമ്മയുടെ കുറച്ച് സ്വർണം ഇവിടെ ലോക്കറി ഇരിപ്പുണ്ടായിരുന്നു, ഞാനതങ്ങ് എടുത്തു. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും കളയാൻ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാ, അവളുടെ ഓർമ്മയ്ക്കായിട്ട്. നീ ഇത് പണയം വെച്ചോ, കാര്യങ്ങൾ നടക്കട്ടെ. അത് വേണപ്പാ. കുഴപ്പമില്ലടാ, എനിക്ക് മനസ്സിലാവും. നിന്റെ അമ്മയ്ക്ക് നിനക്കത് ഓർമ്മയുണ്ടായിരുന്നാ മതി. മോൻ വിഷമിക്കണ്ട, കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കോളാം. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരുമല്ലേ. എല്ലാ പാരൻസിൻ്റെ ആഗ്രഹമാണ് അവസാന കാലത്ത് മക്കളെ കണ്ടു മരിക്കണം. പക്ഷേ ഈ കാനഡയിലും അമേരിക്കയിലും ഒക്കെ ഉള്ള മക്കൾ എത്തുമ്പോഴേക്ക് പലപ്പോഴും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അതാ എൻ്റെ വിഷമം. എടാ മോനെ, ഉപ്പ ഒരു വാഴ ഒലക്കായി എത്ര ആളെടുക്കും? ഒരു 300 ദിവസം വരെ എടുക്കും. എന്നുവെച്ചാ ഒരു 9-10 മാസം. ഒരു കുഞ്ഞുണ്ടാവണ സമയം അല്ലേ? എന്നാ നീ ഒന്ന് വെച്ച് നോക്ക്. നീ വയ്ക്കുന്നതാണോ വാഴ, അതോ ഇവൻ വെച്ചതാണോ വാഴ, ഞാൻ വെച്ചതാണോ വാഴയെന്ന് നമുക്കൊന്ന് നോക്കാലോ. அவங்க பசங்களை சொல்றாங்களோ? அவரே வர சொல்றாரு. ശരിയാണ്. கடைசி ஒரு 20 minutes அப்படிதான் போயிட்டு இருக்கு. ரீதா, ഹൃദയം മുറിയും അഴലിൽ വെന്താലും ഹൃദയം ഒരു നാൾ അറിയും നിന്നച്ഛൻ. ഹൃദയം ഒരു നാൾ അറിയും നിന്നച്ഛൻ. മകനെ നിറയും. ഒരാൾ ഹീറോ ആവുന്നത് പ്രേമിച്ച പെണ്ണിനെ കിട്ടുമ്പോഴോ പഠിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ കളക്ടറോ ഒന്നും ആവുമ്പോഴോ, അത് നിങ്ങളെ നിങ്ങളുടെ അച്ഛൻ നിങ്ങളായിട്ട് അംഗീകരിക്കുമ്പോഴാണ്. അയ്യോ, അച്ഛൻ വന്നു. ബൈ, എന്നാ പിന്നെ കാണാം. ബൈ. നാളെ വരുമോ? അച്ഛൻ വിട്ടാ വരാം. ഇവനെ വിട്ടാ ഞാനും വരാം. யாரு பாப்பா? இவ விஸ்வக் தான் இருக்கும். എത്ര നേരം ഞാൻ ഓൺ അടിക്കുന്നു? ഒന്നുമില്ല, എനിക്ക് ചേട്ടന്മാര് കഥ പറഞ്ഞു തരുമായിരുന്നു. എന്ത് കഥ? ആരെന്ത് പറഞ്ഞാലും നമ്മൾ നമ്മുടെ ആഗ്രഹം പോലെ ജീവിക്കണം, ഇല്ലെങ്കിൽ ജീവിതം പരാജയമാവുക. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? എനിക്ക് ആംസ്ട്രോങ്ങിനെ പോലെ ആയാൽ മതി. ആംസ്ട്രോങ് ഒക്കെ ആവുന്ന നല്ലതാ. ബഹിരാകാശ ഗവേഷകർക്കൊക്കെ ഇപ്പൊ നല്ല ഡിമാൻഡ്. അല്ലല്ല, ആംസ്ട്രോങ് സൈക്കിൾ ചാമ്പ്യനാ. എനിക്ക് ഷുമാർക്കറെ പോലെ ആയാൽ മതി. നീ ഒരുപാട് സൈക്കിൾ സർക്കസ് ഒന്നും കാണിക്കണ്ട.
മര്യാദയ്ക്ക് പഠിച്ച് IPS എടുക്കാൻ നോക്ക്. അതല്ല അച്ഛന്റെ സ്വപ്നം. ആ ചേട്ടനോട് ഏതോ പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ ചിറക് വിടർത്തി പറക്കണം. നീയൊക്കെ ആദ്യം മുട്ടയെന്ന് വിരി, എന്നിട്ട് ചെറു വരുത്തുന്ന കാര്യം ആലോചിക്കും. പോലീസ് ഉപദേശം അമ്മമാര് നല്ല ബെസ്റ്റ് പയ്യന്മാരായിരിക്കും. നീ ഞാൻ പറയുന്ന അങ്ങ് കേട്ടാ മതി. IPS ചെയ്തെടുത്ത് കമ്മീഷണറാവാൻ നോക്ക്. അണ്ടർസ്റ്റുഡ്? അമ്മമാരെയൊക്കെ ഉണ്ടാക്കിയ നേരത്ത് നമ്മുടെ പ്ലാൻ എല്ലാം വർക്കൗട്ട് ആവും. അതെവിടെ പോയി? പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. മൺസൂണല്ലേ വരണത്, മഴ ചതിക്കോ? നീ നിന്റെ കരുതാക്കത്ത് വളയ്ക്കാതെ പൊത്തിക്കൊണ്ടിരിക്കുമോ? എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വർഷം മഴ പെയ്യൂല എന്ന് നിന്നോട് ആര് പറഞ്ഞു? നിങ്ങൾ നോക്ക്. ഇനി വരാൻ പോകുന്നത് കൊടും വരൾച്ചയുടെ കാലമാണ്. ഇക്കൊല്ലം മൺസൂൺ ഇല്ലെന്ന് മാത്രമല്ല, അത്യാവശ്യം വെള്ളം പോലും കിട്ടില്ല. നല്ല ഉഷ്ണപ്രതീതി ഉണ്ടാവും. ധാന്യവിളകൾക്ക് അത്ര അനുകൂലമായ ഒരു മഴ ഇക്കൊല്ലം ലഭിക്കില്ല. വനപർവ്വതങ്ങളിൽ കഴിഞ്ഞ വർഷം ലഭിച്ച പോലൊന്നും ഈ വർഷം ഇനി വരാൻ പോകുന്നത് കൊടും വരൾച്ചയുടെ കാലം. നോക്കുമ്പോൾ ജീവിതം എന്ത് കശുക്രനാണ്. മഴ പെയ്യാൻ ആരംഭിച്ചിരിച്ച്. ഇനി വെള്ളം വന്ന മാതിരി കാണിക്கிறாங்க. അല്ലമാര് പൊട്ടന്മാരാണ് ഈ പുഴയുടെ സൈഡിലെ കൊണ്ട് വാഴ വെക്കാൻ. വെള്ളത്തിന്റെ ഒക്കെ വല്ല ആവശ്യത്തിനായിരിക്കൂടാ. അതിനിപ്പോ എന്തിപ്പോ പുഴയിലല്ലേ വാഴ അയക്കുന്ന പാവങ്ങള്. അതിൽ നിന്നൊരു ചെറിയ പഴം പോലും കഴിക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തില് കിടന്ന് അലറി കരയായിരിക്കുമല്ലേ. നമുക്ക് അവന്മാരെ വിളിച്ച് ആശ്വസിപ്പിച്ചാലേ. നീ ഒരു കാര്യം ചെയ്യ, കുറച്ച് ബക്കറ്റൊക്കെ അങ്ങ് പറയി കൊണ്ടുപോവാ. നമുക്ക് അവന്മാരെ വെള്ളം കോരി കളഞ്ഞാൽ അവന്മാരെ അങ്ങ് സന്തോഷിപ്പിക്കാം. എടാ അക്സെപ്റ്റ് ചെയ്ത സിറ്റുവേഷൻ ഉണ്ടാ, അത് വിട്ടേക്ക്. ഓക്കെ, ഇനി നമ്മുടെ കഥ. ഇനി നമ്മൾ എന്താ അവന്മാരെ കാണിച്ചു കൊടുക്കണം. ഇനിയാണ് നമ്മുടെ സമയം തുടങ്ങാൻ പോണേ. എന്റെ വെറൈറ്റി ഐഡിയ ഉണ്ട്. നമ്മൾ അബ്രോഡ് പോകണം ഫോർ എഡ്യൂക്കേഷൻ, പാർട്ട് ടൈം ജോബ്, തോട്ടച്ചാട്ടൊക്കെ എല്ലാം. സ്കിപ്പ് അടിക്കരുത്, ജീവിതമാണ് വിനായക്. അല്ല എന്റെ പഴംപൊരി ഞാൻ എടുത്തേ. പുറത്ത് പോണേ കുറച്ച് പൈസ ചെലവൊക്കെ ഉണ്ട് കേട്ടാ. പൈസ ഒക്കെ ഉണ്ടാ. സൂപ്പർ. അങ്ങനെയാണെങ്കിൽ പഴംപൊരിയുടെ പൈസ നീ കൊടുത്തേക്കണേ. അല്ല അത്രയും പൈസ ഇല്ല. അത്രയും പൈസ ഇല്ലെന്നാ? അപ്പൊ നീ കൊടുത്തേക്ക്. ഇന്ത്യയിലെ പൈസ ഇല്ലേ? ഈ പഴമയുടെ പൈസ പോലും കൊടുക്കുക ഇല്ലാത്തവനാണ് എബ്രോഡ് പോകാൻ നിൽക്കുന്ന. എടാ ഇവിടുന്ന് അവിടെ വരെ പോകണമെങ്കിൽ 20 വേണമല്ല. നീയൊക്കെ പിന്നെ എങ്ങനെ എബ്രോഡ് പോണാ? വെക്കടാ പഴംപൊരി. കുറെ പഴംപൊരി ഉണ്ണികളും. നിങ്ങൾ ചേച്ചിയെ പറഞ്ഞ മനസ്സിലാക്കി പൈസ ஓகே, மூவி பார்த்தாச்சு. உங்களோட தாட்ஸ் என்ன? ஆமா, மூவி பார்த்தாச்சு. ஆனா இது ஒரு மூவி இல்ல. இது வந்துட்டு ஒரு ட்ரூ ஸ்டோரி. ட்ரூ ஸ்டோரியா? யார் ஸ்டோரி? என்னோடது, உன்னோடது, பார்த்துக்கிட்டு இருக்க உங்க எல்லாரோட தான். அதனாலதான் வாழ பயோபிக் ஆஃப் பில்லியன் பைஸ்ன்னு போட்டாங்க நினைக்கிறேன். எல்லாருக்கும் கனெக்ட் ஆகும் இந்த படம். ஆமா ஆமா, ஏன்னா வந்து ஸ்கூல்ல காலேஜ்ல அப்படி பண்ணது எல்லாத்தையும் எப்படியோ கவர் பண்ணிட்டாங்க. எல்லாருக்குமே வந்துட்டு ஒரு 3 ஸ்டேஜ் தான் இருக்கும், கரெக்டுங்களா? ஏன்னா ஸ்கூல் இருக்கும், அவர் ஸ்கூல் முடிச்சுட்டு காலேஜ் முடிச்சுட்டு அதுக்கப்புறம் ஃபர்ஸ்ட் ஹாஃப் இது முடிஞ்சிடும். செகண்ட் ஹாஃப் பார்த்தீங்கன்னா நம்ம லைஃப் ஒரு மூவியா எடுத்துன்னு வச்சிங்களேன். ஃபர்ஸ்ட் ஹாஃப்ல ஸ்கூல் காலேஜ், செகண்ட் ஹாஃப்ல ஒர்க் பண்றது, அடுத்து வீடு கட்டுறது, கல்யாணம் பண்றது, குழந்தைங்களை பெற்றுக்கிறது, இப்படிதான் இருக்கும். அந்த இதுதானே ட்ரூ ஸ்டோரி. எல்லாரோடதும் இப்படிதானே இருக்கும். இதுக்குள்ள நடக்கிற இந்த ஸ்ட்ரகிள்ஸ் இதெல்லாம் தான் இந்த படத்துல காமிச்சிருக்காங்க. வழக்கமாங்க எல்லாருக்குமே வந்துட்டு ஸ்கூல்ல நல்லா படிங்க, அதுக்கப்புறம் வந்துட்டு நல்ல காலேஜ் போயிட்டு ஜாலியா இருக்கலாம் அப்படின்வாங்க. ஸ்கூல்ல நல்லா படிப்போம், அப்புறம் அங்க போயிட்டு காலேஜ்ல போய் ஜாலியா இருக்கலாம் பார்த்தா, காலேஜ்ல போய் அங்கேயும் படிங்க, ஸ்டடீஸ்ல நீங்க கான்சென்ட்ரேட் பண்ணுங்க, அப்பதான் நீங்க நல்ல ஜாப் கிடைக்கும் அப்படின்வாங்க. அப்புறம் அங்க போயிட்டு கஷ்டப்பட்ட அப்படின்னா அடுத்து வேலைக்கு போய் தேடிட்டு கிடக்கணும், அங்க வேலை கிடைக்காம போகும். இதுதான் வந்துட்டு எல்லாருக்குமே யூஸ்வலா நடக்கிறது. அதை வந்துட்டு இந்த படத்துல வந்துட்டு ஒரு 5 பேர் ஒரு அந்த பேக் பெஞ்சர்ஸ் வந்துட்டு அந்த ஸ்கூல் லைஃப்ல இருந்து எப்படி வந்துட்டு அவங்களுடைய லைஃப் வந்து அவங்க வந்துட்டு என்ஜாய் பண்றாங்க, அவங்களுடைய போக்குல எப்படி அவங்க போயிட்டு இருக்காங்கிறது வந்துட்டு சூப்பரா வந்துட்டு எடுத்திருக்காங்க. இன்னொன்னு வந்துட்டு சுத்தி இருக்கிற எல்லாருமே, பேரண்ட்ஸா இருக்கட்டும், இல்ல அந்த நம்ம சரௌண்டிங் இருக்க எல்லாருமே வந்துட்டு எப்பயுமே நம்மள வந்து ஒரு சர்க்கிள்குள்ளேயே நம்மள வந்துட்டு வளர்த்துட்டு இருப்பாங்க. ஸ்கூல் போங்க, நீங்க வந்து படிக்கணும், படிச்சு முடிச்சுட்டு காலேஜ் போகணும், வேலைக்கு போகணும், இதையே தான் சுத்தி வந்துட்டு இருக்கு. யாராச்சும் ஒரு ஆள் வந்துட்டு போங்கப்பா இனோவேஷனா ஏதாச்சும் ஒண்ணு பண்ணுங்க, உங்களுக்கு என்ன தோணுதோ பண்ணுங்கன்னு சொல்றாங்கன்னு வச்சுங்களேன், அங்கதான் புதுசா ஏதாச்சும் ஒண்ணு உருவாகும். ஸோ யார் வந்துட்டு அந்த மாதிரி வந்துட்டு பேரண்டிங் பண்றாங்களோ அந்த பசங்க பாத்தீங்க அப்படின்னா கண்டிப்பா ஏதாச்சும் ஒண்ணு புதுசா பண்றானுங்க. இல்ல இந்த சர்க்கிள்குள்ளேயே மாட்டிக்கிட்டோம் அப்படின்னா இந்த படம் தான், கன்ஃபார்ம் இந்த படம் தான். எனக்கு வந்து லைக் இவங்களுக்கு வந்து
இவங்க ஸ்டோரி கொடுக்கணும் அப்படிங்கறத தாண்டி இவங்க நமக்கு நல்ல எக்ஸ்பீரியன்ஸ் கொடுக்கணும் அந்த மூவியை. நம்மளோட காலேஜ் டேஸ் இது கெரியர் டேஸ் எல்லாம் ரிமைண்ட் பண்றதுக்காக ஒரு எக்ஸ்பீரியன்ஸ் கொடுக்கணுங்கிறதுக்காக தான் இவங்க பண்ணியிருக்காங்கன்னு நினைக்கிறேன். நான் வந்து ரொம்ப அந்த பசங்க அடுத்தடுத்து வர்றது பாக்குறது வந்து நல்ல லெவல் போறதெல்லாம் பார்க்கணும் ரொம்ப டெம்ப்டடா வெயிட் பண்ணிட்டு இருந்தேன். அப்படியே வெள்ளம்லாம் வர மாதிரி காமிச்சிட்டாரு, அப்படியே கட் பண்ணிட்டாரு. ஆக்சுவலி வாழை 2 வந்திருக்கிறதுனால நாங்க வாழை 1 வந்து பார்க்க சொல்லி நிறைய சஜஷன்ஸ் வந்திருந்தது. இப்போ வேற இப்ப தெரியுது அவங்க எதுக்காக வாழை 2 வெயிட் பண்றாங்கன்னு சொல்லிட்டு. இந்த மாதிரி நிறைய பேர் வந்து வாழை 2ல எப்படிலாம் அவங்க அடுத்த லெவல் போறாங்க. ஏன்னா கிட்டத்தட்ட நம்ம வந்து அவங்களோட கனெக்ட் பண்ணிட்டோம். நம்ம தான் இப்ப அந்த பசங்க. நல்லா மூசாவே மாறிட்டேன். எனக்கு மூசா கேரக்டர் ரொம்ப பிடிச்சது. மூசாவும் அவங்க அப்பா வாப்பா நடிச்சிருக்காங்க. அவங்க செம அந்த அப்பா ரோல் வந்துட்டு செம. என்ன சொல்றதுன்னா அவர் தான் வந்துட்டு அந்த 5 பேரோட இதுல வந்துட்டு அவர் மட்டும் தனியா தெரிஞ்சாரு. எது பண்ணாலும் வந்துட்டு ஒரு சில பேருக்கு எல்லாம் தெரியலைங்களா, நம்மளே தான் பண்ணிருப்போம், நம்ம பசங்களே தான் பண்ணுவாங்கன்னு சொல்லிட்டு அடுத்து என்ன பண்ணணுமோ அதை பண்ணிட்டு இருந்தாரு. மத்தவங்க எல்லாம் போட்டு திட்டிகிட்டே இருக்காங்க. இப்ப பாருங்க பசங்களை போட்டு அது திட்டுறதே வந்து டிப்ரெஷன்ல வந்து இப்போ வந்துட்டு நம்ம விஷ்ணு வந்துட்டு டிப்ரெஷன்ல போயிட்டு மேல இருந்து கீழே குதிச்சா பாருங்க. ஸோ வந்துட்டு ஒரு பிரச்சனை வருதுங்கிறப்போ கூட நின்று அவங்களுக்கு அடுத்து என்ன பண்ணணுங்கிறத வந்து சொல்லணும். அது வந்துட்டு எல்லா பேரண்ட்ஸ் பண்ணுவாங்களான்லாம் தெரியல. அது கொஞ்சம் கஷ்டம் தான். ஏன்னா அவங்களுக்குமே வந்துட்டு அந்த ப்ரெஷர் ஹேண்டில் பண்ண தெரியலங்கிறது தான் அதுக்கான ஆன்சர். அவங்களாலே பண்ண முடியல, அதனால பசங்களையும் சேம் அதே மாதிரி. பிளஸ் இன்னொன்று அவங்களுடைய தாட்ஸ் வந்து பசங்க மேல திணிக்கிறது. நான் இன்ஜினியர் ஆகல, நீ இன்ஜினியர் ஆகு, நான் டாக்டர் ஆகல, நீ டாக்டர் ஆகுங்கிறது. அந்த தாட்ஸ் எவ்வளவு திணிக்கிறது, பசங்களுக்கு எவ்வளவு ப்ரெஷர் ஆகுங்கிறத இந்த படத்துல சூப்பரா சொல்லியிருந்தாங்க. அதை தாண்டி வந்துட்டு ஆக்டிங் வைஸ் வந்துட்டு எல்லாருமே வந்து சூப்பரா பண்ணியிருந்தாங்க. எனக்கு வந்துட்டு மூசா, அப்துல் கலாம், விவேகானந்த், விஷ்ணு, அஜோ இவங்க 5 பேருமே வந்துட்டு சூப்பரா ப்ளே பண்ணியிருந்தாங்க. ஆக்சுவலி ஆக்டிங்னே நமக்கு ஃபீல் ஆகல. ஆமா, அது கேரக்டர் 5 பேர் கேரக்டரே வந்துட்டு நமக்கு கூட இருந்துட்டு இது இப்படிதானே இருக்கும். காலேஜ் ஸ்கூல்ல எப்பயுமே ஒரு 5 பேர், நாங்களும் ஒரு 5-6 பேர் இப்படிதான் சுத்திட்டு இருப்போம் காலேஜ். ஸோ இது வந்து எல்லாருக்குமே கனெக்ட் ஆகும் தான் நினைக்கிறேன். அது பேக் பெஞ்சஸ் மட்டும் இல்ல, அது எந்த ரோல இருக்க எல்லா பசங்களுக்குமே இந்த கதை வந்துட்டு கண்டிப்பா கனெக்டிங்கா தான் இருக்கும். அதனாலதான் வந்துட்டு மேட் பிகம் லியன் பைஸ்ங்கிறத போட்டு வச்சிருக்காங்கன்னு தோணுது. 1.5 hours வந்துட்டு நல்லா இப்படிதான் எங்களுக்கு இருந்தது அந்த காலேஜ் டைம்லயே, ஸ்கூல் டைம்ல. நம்ம அதே திரும்ப ரிப்பீட் பண்ணி பாக்குற மாதிரி இருந்துச்சு. எதையாச்சும் ஃபன் பண்ணிக்கிட்டு எங்கேயாச்சும் போய் எதாச்சும் அடிச்சுக்கிட்டு வாங்கிட்டு ஃபைட்டிங் எல்லாம் நடக்கும். காலேஜ்ல நிறைய ஃபைட்டிங் எல்லாம் நடந்திருக்குல்ல. ஃபைட்டிங்கு, அந்த பொண்ணுங்காக போயிட்டு அடிச்சுக்கிறது, அந்த கேர்ள்ஸுக்காக நடக்கிற கேங் வாஸ், ஏதாச்சும் ஒரு பொண்ணு பண்ற பிரச்சனை இல்ல, 2 கேங் அடிச்சுக்கிட்டு வாங்கிட்டு இருக்கு. கடைசியில அந்த பொண்ணு வேற எவனே கல்யாணம் பண்ணிட்டு போயிடும். இது எல்லாமே நடந்திருக்கு. அதுக்கப்புறம் அந்த நைட்ல வந்து ஏதோ வாங்கிட்டு வர சொல்லிச்சு. கன்ஃபார்மா எனக்கு தெரிஞ்சது அது வந்துட்டு கன்ஃபார்மா தெரிஞ்சது அது வந்துட்டு அந்த ட்ரக்ஸ்ல தான் ஏதோ நைட்ல போய் வாங்கிட்டா சொல்லுங்க எனக்கு தோணுச்சு. அதனால நான் சொன்னேன். இது எல்லாமே வந்துட்டு கனெக்டிங் எனக்கு ஆகுது அப்படின்னா என்ன மாதிரி உங்களுக்கும் இது கண்டிப்பா ஆயிருக்காங்க. இதுக்கு முன்னாடி நடந்த எக்ஸ்பீரியன்ஸ் இப்ப நடந்துகிட்டு இருக்கிறது எல்லாமே வந்துட்டு ஸ்கிரீன்ல பாக்குறேன். ஆமா, அதை தாண்டி கடைசி ஒரு 20 minutes வந்துட்டு காலேஜ் முடிச்சதுக்கு அப்புறம் நம்ம இந்த பசங்க எவ்வளவு ஸ்ட்ரகிள் இருக்காங்க அந்த ஜாப் போயிட்டு இது பண்றதுங்கிறத வந்துட்டு சூப்பரா காமிச்சிருந்தாங்க. ஒரு வருஷம் நீங்க வீட்டுல இருந்து பாருங்க காலேஜ் முடிச்சுட்டு, அப்ப தெரியும் நம்ம வீட்டுல நம்மள எந்த லெவல்ல வச்சிருக்காங்கன்னு சொல்லிட்டு. காலேஜ் படிக்கிற வரைக்கும் சூப்பரா தம்பி வாப்பா சாப்பிட்டுப்பா எக்ஸாம் பாஸ் பண்ணிட்டு எல்லாமே கேட்பாங்க. காலேஜ் முடிச்சு ஒரு வருஷம் வீட்டுல இருந்து பாருங்க, ராஜ மரியாதை இருக்கும், கட்டு பறக்கும், டம்ளர் பறக்கும். அதுவுமே சூப்பரா காமிச்சிருந்தாங்க. அப்ப யாரெல்லாம் சப்போர்ட் பண்றாங்களோ நம்ம பேரண்ட் அந்த, ஏன்னா ரொம்ப கஷ்டமா இருக்கும் பசங்களுக்குமே. காலேஜ் முடிச்சுட்டு வேலைக்கு போகணும்னு வச்சுங்க, கூட இருக்கலாம் வேலைக்கு போயிடுவான். அவன் ஒருத்தன் இன்ஃபோசிஸ், ஒருத்தன் டிசிஎஸ், ஒருத்தன் விப்ரோன்னுவான், எல்லா இடத்துலயும் பிளேஸ் ஆயிடுவானுங்க. நம்ம மட்டும் வந்து வேலை தேடிட்டே இருப்போம். இது எல்லாமே நடந்திருக்கு. இது எனக்கும் நடந்திருக்கு, எல்லாமே நிறைய பேருக்கு நடந்திருக்கும். ஸோ அந்த நேரத்துல வந்துட்டு நம்ம ஃப்ரெண்ட்ஸோ இல்லைன்னா நம்மளோட பேரண்ட்டோ வந்துட்டு கொஞ்சம் சப்போர்ட்டா இருந்தோம் அப்படின்னா, அது இன்னும் கொஞ்சம் வந்துட்டு என்கரேஜ் பண்ணோம் அப்படின்னா அவங்களுக்கு கண்டிப்பா அவங்களுக்கு வேலை கிடைக்கும். வேலை எல்லாருக்கும் கிடைக்கும், கிடைக்காமலாம் இல்லை, கொஞ்சம் டிலே ஆகலாம். நம்ம போடுற எஃபோர்ட் இன்னும் கொஞ்சம் அதிகமா இருக்கும். அவ்வளவுதான் அப்படியே கிராஸ் பண்ணி போயிட்டு இருக்கு. எனக்கு இந்த படம் நல்லா நம்ம வந்து நெக்ஸ்ட் பார்ட் 2 ஆஃப் வாழையில மீண்டும் சந்திப்போம். Until then, bye bye. Bye bye.